നമ്മളിന്ന് വന്നിരിക്കുന്നത് കാക്കനാടിനോട് വളരെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ്. തേവക്കൽ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് വരുന്നത്. വലിയൊരു വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ റൂട്ടിലേക്ക് ജസ്റ്റ് 1/2 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 4.5 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയിലേക്കാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. 3 സെൻറ്റ് ലാൻഡിൽ 1550 സ്ക്വയർ ഫീറ്റിൻ്റെ സ്പേഷ്യസ് ആയിട്ടുള്ള വീടാണ്. അപ്പോൾ സ്പേഷ്യസ് എന്ന് പറയുമ്പോൾ പ്ലാനിങ്ങിൻ്റെ മികവുകൊണ്ടാണ് ആ സ്പേഷ്യസ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. മെയിൻ റോഡ് ഫേസ് ചെയ്ത് തന്നെയാണ് വില്ലയുടെ എൻട്രൻസ് വരുന്നത്. ഒരു ലൈനിലായിട്ട് 6ഓളം വീടുകളാണ് ഇവിടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ റോഡ് എന്ന് പറയുന്നത് കാക്കനാട് തേവക്കൽ ഇൻഫോ പാർക്ക് റോഡും കൂടിയാണ്. ഇന്ന് നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വരാം. സ്ലൈഡിങ് ഗേറ്റും ഫോൾഡിങ് ഗേറ്റും തന്നെയാണ് വന്നുള്ളത്. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒരു ഇന്നോവ പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിലാണ് പോർച്ച് ഒരുക്കിയിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു വാഹനം പാർക്കിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. സെറ്റ് ബാക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ചുറ്റും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല വെല്ല് വരുന്നുണ്ട്. അതായത് ഈ ഭാഗത്തായിട്ട് നല്ലൊരു വെല്ല് വരുന്നുണ്ട്. KWA വാട്ടറിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ് ഈ കാണുന്നത്. ഒരു 2500 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വീടിനകത്തേക്ക് വരാം. നല്ലൊരു സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ജാലകങ്ങളെല്ലാം, അതായത് ജനലുകളെല്ലാം നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കയറി വരുന്ന പോർച്ചിന് ഫ്രണ്ടിലായിട്ടുള്ള ജനൽ പാറ്റേൺ ആണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ കയറി വരുന്ന ആദ്യത്തെ ജനൽ പാറ്റേണുമാണ്. നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്, അതായത് ഈസ്റ്റ് ഫേസ് ആണ് വീട് വരുന്നത്. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡോറിൻ്റെ ഡിസൈനാണ് വന്നുള്ളത്. നല്ലൊരു ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും കിഴക്കോട്ട് തന്നെയാണ്. നമുക്ക് വീടിനകത്തേക്ക് വരാം. നമ്മളിപ്പോൾ വീടിൻ്റെ ലിവിങ് സ്പേസിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസാണ്. വലിയൊരു കോൺസെറ്റ് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ടീപ്പോയി വീഴും. ഇവിടെയായിട്ട് ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 3 പാളി ജനലാണ് വന്നുള്ളത്. ഇത് വരുന്നത് വെസ്റ്റ് സൈഡാണ്. അവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഫുള്ള് പാനൽ ചെയ്തിട്ടുണ്ട്. നല്ല തടിയിലാണ് ഈ ജനലും വാതിലും എല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ, പ്രൊഫൈൽ ലൈറ്റുകൾ, ഒരു വുഡിൻ്റെ ടെക്സ്ചറുള്ളൊരു PVC ലാമിനേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുകയാണ്. മനോഹരമായിട്ടൊരു TV യൂണിറ്റാണ് ഈ കാണുന്നത്. വലിയൊരു TV ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലെല്ലാം പാനലിങ് തന്നെയാണ് വന്നുള്ളത്. നല്ല ഭംഗിയായിട്ട് TV യൂണിറ്റ് ഒരുക്കിയിരിക്കുകയാണ്. ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഈ ഡൈനിങ്ങിനും ലിവിങ്ങിനെ സെപ്പറേഷൻ ചെയ്യുന്ന എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അതും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. CNC കട്ടിങ് വരുന്നുണ്ട്. LED ലൈറ്റുകളും വരുന്നുണ്ട്. ഫാൻസി ലൈറ്റുകൾ ഉടനീളം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡൈനിങ് ഏരിയയിൽ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. ഒരു 6 ചെയറിൻ്റെയോ 8 ചെയറിൻ്റെയോ ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ വശം വരുന്നത് സൗത്ത് സൈഡാണ് ഫ്രഞ്ച് വിൻഡോസ്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. അവിടെയും ഫ്രഞ്ച് വിൻഡോസ് ആണ് ചെയ്തത്. ഇതുകൊണ്ട് തന്നെ ധാരാളം സൂര്യപ്രകാശം കടന്നു വീഴുകയും ചെയ്യും. മാത്രമല്ല ടൈലിൻ്റെ പാറ്റേണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ടൈൽ കൊടുത്തിരിക്കുന്നുണ്ട്. നല്ലൊരു ലൈറ്റ് കിട്ടുന്നുണ്ട് ഈ വീടിനകത്ത്. ഇനി നമുക്ക് നേരെ കൗണ്ടറിലേക്ക് വരാം. കോക്കറി ഷെൽഫോട് കൂടി തന്നെയാണ് കൗണ്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മേലെ ഭംഗിയായിട്ട് CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. നല്ലൊരു കൗണ്ടർ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആക്കുകയും ചെയ്യാം. വാഷ് ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടറാണ്. സ്റ്റോറേജ് സ്പേസ് ധാരാളം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹാൻഡിൽ വരെ ശ്രദ്ധിച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റോറേജ് സ്പേസോട് കൂടിയ നല്ലൊരു വാഷ് കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. സെരയുടെ ഫിറ്റിങ്സ് ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ LED മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് അതിനെയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്ത് സീലിങ്ങിലും നല്ല വർക്ക് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡബിൾ റാഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വാഷ് കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചനകത്തേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. അപ്പം ഈസ്റ്റിലേക്ക് നമുക്ക് വുഡും ഹൂബും വയ്ക്കാം. ഈസ്റ്റിലേക്ക് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഫ്രണ്ടിലേക്ക് 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക്
സ്റ്റോറേജ് സ്പേസുകൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. വശങ്ങളെല്ലാം ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ്. പവർ പോയിൻ്റ് യഥേഷ്ടം വന്നിട്ടുണ്ട്. ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്, 2 ടാപ്പ് വരുന്നുണ്ട്. അക്വാഗാർഡിൻ്റെ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്, വാട്ടർ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസിലൊക്കെ LED ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നോർത്ത് സൈഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് എൻട്രൻസ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. വശങ്ങളിൽ നിന്നും ഫുള്ള് മറച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ടൊരു സിങ്കും ഒരു സ്ലാബും വരാനുണ്ട്. വർക്ക് കുറച്ച് പെൻഡിങ് ഉണ്ട്. പിന്നെ ഫ്രിഡ്ജ് വെക്കാനായിട്ടുള്ളൊരു സ്ലോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണ്. സ്റ്റെയറിനടി അതിമനോഹരമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാം, ഈ ഭാഗത്ത് ക്യൂരിയോസ് വയ്ക്കാം. അപ്പം നല്ല ഭംഗിയായിട്ട് ഇതിനെയും കവർ ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. നമ്മളിപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നിരിക്കുന്നത്. 14 അടി നീളവും 11 അടി വീതിയും ബെഡ്റൂമിൽ വന്നിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള വാൾഡ്രോബ്സ് തന്നെയാണ്. നല്ല ക്വാളിറ്റിയുള്ള വലിപ്പമുള്ള വാൾഡ്രോബ്സ് വന്നിട്ടുണ്ട്. ഇവിടെ 3 പാർട്ടായിട്ട് തുറക്കാം. ഇത് ഡ്രസ്സിങ് ടേബിൾ വന്നിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേണോട് കൂടി തന്നെയാണ് വാൾഡ്രോബ്സ് കൊടുത്തിട്ടുള്ളത്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സീലിംഗ് വർക്ക് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഭംഗിയായിട്ടാണ് ഫാൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഫാൻസി ലൈറ്റുകൾ വരുന്നുണ്ട്, പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഒരു വുഡിൻ്റെ പ്രൊഫൈൽ ബീഡിങ്ങോട് കൂടി തന്നെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ ബാത്റൂമിലേക്ക് വരികയാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാത്റൂം തന്നെയാണ്. നല്ലൊരു വാഷ് ബേസിൻ, ക്യൂട്ടായിട്ടുള്ളൊരു മിറർ ലൈറ്റ്. ഇവിടെയായിട്ട് ജാഗ്വറിൻ്റെ ഒരു ഡൈവേർട്ടർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്. അതുപോലെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് വാൽവാണ്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വന്നിരിക്കുന്നത് സെറയുടെയാണ്. ഫ്ലഷ് വാൽവ് വന്നിരിക്കുന്നത് ജാഗ്വറിൻ്റെയും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു മാറ്റ് ടൈലാണ് താഴെ വന്നിരിക്കുന്നത്. ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. സീലിംഗിൽ നിന്ന് മേലെ ലൈറ്റ് വന്നിട്ടുണ്ട്. എക്സോസ്റ്റും സീലിംഗും തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഫൈബർ ഡോർ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂം നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തു. ഇനി നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോവുകയാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്, സ്റ്റീലിൻ്റെ ഹാൻഡിലാണ്. അപ്പം ഈ ഭാഗത്തെ ടെക്സ്ചർ ആണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. വെസ്റ്റ് സൈഡാണിത്. അവിടെ പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്, ഫുൾ പാനൽ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് ആണ്. മാത്രമല്ല 2 സെക്ഷനിലായിട്ടാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് വർക്ക് സ്പേസ് വിത്ത് സ്റ്റഡി ആയിട്ട് യൂസ് ചെയ്യാം. സ്റ്റോറേജ് സ്പേസ് ധാരാളം കൊടുത്തിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടർ ടേബിൾ വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഒരു TV യൂണിറ്റിൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ്. അതിൻ്റെ കളർ പാറ്റേൺ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സോഫ സെറ്റീസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗിയായിട്ട് TV വാച്ച് ചെയ്യാം. അപ്പോൾ നല്ലൊരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്ന സെയിം പൊസിഷനിൽ തന്നെ, അതായത് നോർത്ത് വെസ്റ്റ് കോർണറിൽ ഇതിൻ്റെ നീളം വരുന്നത് 14 അടി, വീതി വരുന്നത് 11 അടിയോളം വരുന്നുണ്ട്. ധാരാളം വെന്റിലേഷനോട് കൂടി തന്നെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്, ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഭംഗിയുള്ളൊരു കളർ പാറ്റേണോട് കൂടിയ ഡിസൈനോട് കൂടിയ വാൾഡ്രോബ്സും കൂടി വരുന്നുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. സെയിം ബാത്റൂം തന്നെയാണ്. നല്ലൊരു വാഷ് ബേസിൻ, മിറർ ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് വാൽവ്, ഡൈവേർട്ടർ, റെയിൻ ഷവറൊക്കെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ 3ാമത്തെ ബെഡ്റൂമിലാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 12 അടി നീളവും 11 അടി വീതിയാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഈ വീടിൻ്റെ വാൾഡ്രോബ്സുകളാണ്. നല്ല ഹൈറ്റിലാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. നല്ലൊരു കളർ പാറ്റേൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഡിസൈനിൽ ഭംഗിയായിട്ട് വാൾഡ്രോബ്സ് ചെയ്തിട്ടുണ്ട്. നേരെ ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. ഇതിനൊരു ഡ്രസ്സിംഗ് ടേബിളും കൂടി ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മിററും കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. അതും സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. വാൾ ഹാങ്ങിങ് ക്ലോസറ്റാണ്. കൺസീൽഡ് ഫ്ലഷ് വാൽവ്, ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിൻ്റ് എല്ലാം ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പാത്രം നമുക്ക് ഇവിടെയും കിട്ടി. പിന്നെ നമ്മളിതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് പോകുന്നത്. റൂഫ് ചെയ്ത് തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട്
വാട്ടർ പോയിൻറ്റ്, പവർ പോയിൻറ്റ്, വേസ്റ്റ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് പവർ പോയിൻറ്റ് വേറെയും കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു അയൺ ടേബിളൊക്കെ നമുക്ക് ഇടാനുള്ള സ്പേസ് ഉണ്ട്. വേണമെങ്കിൽ അതൊരു ബെഡ്റൂമായിട്ട് വേണമെങ്കിൽ അതൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അത്രയും നല്ല ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിൻഡോസുകളെല്ലാം അതിൻ്റെ ഡിസൈനും ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല സ്ക്വയർ ട്യൂബിൽ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന ഭാഗം സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. മേലെ വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. നല്ലൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്, ടഫ് ആൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. മേലെയായിട്ട് ഫാസീലും വർക്കും LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റും വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബാൽക്കണിയും കിട്ടിയിട്ടുണ്ട്. മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. 3 സെൻറ്റാണ് ലാൻഡ് ഏരിയ വരുന്നത്. 1550 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ ആണ്. പ്ലാനിങ്ങിൻ്റെ മികവ് കൊണ്ട് തന്നെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന വീടും കൂടിയാണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 72 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.